കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പല ആവർത്തി പല തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നേടാൻ ആഗ്രഹിച്ചുവെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA ഉണ്ടായത്. അത് രാജഗോപാലിലൂടെയാണ്. അതിനുശേഷം നിയമം ഉൾപ്പെടെയുള്ള വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും മഞ്ചേശ്വരത്ത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പല ആവർത്തി മത്സരിച്ചുവെങ്കിലും BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കേരളത്തിൽ പിന്നീട് ഒരിക്കലും സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടും CPMന്റെ കൊള്ളരുതായ്മ കൊണ്ടും സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചു എന്നതൊഴിച്ചാൽ മറ്റു മാറ്റങ്ങളൊന്നും കേരള രാഷ്ട്രീയത്തിൽ BJP ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരം എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ശ്രീധരൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മണ്ഡലത്തിൽ BJPക്ക് ദേശീയ നേതൃത്വത്തിന്റെ പിൻബലത്തോടു കൂടി ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അതിന് പോലും കഴിയാതെ നിലം പരിശാകുന്ന കാഴ്ചയാണ് നമ്മൾ പാലക്കാടിന്റെ മണ്ണിൽ കണ്ടത്. എന്താ പ്രധാനപ്പെട്ട കാരണം? ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാലക്കാട് നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ മാറ്റി സുരേന്ദ്രന്റെ സന്തത സഹചാരിയായി വർത്തിക്കുന്ന കൃഷ്ണകുമാറിനെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഉൾവലിയും അതുപോലെ തന്നെ അടിവലിയും സജീവമായി BJPയിൽ മൃഗീയമായ വോട്ടിന് BJP ദയനീയമായി പരാജയപ്പെട്ടു പാലക്കാട്ടിന്റെ മണ്ണിൽ. ആ പാലക്കാടാണ് പലപ്പോഴും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ആസ്ഥാന കേന്ദ്രമായി പാർട്ടി പറഞ്ഞിരുന്നത്. കാരണം 2 വട്ടം മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഭരണം നൽകിയ മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പക്ഷേ അവിടെ ഇതാ 11 കൗൺസിലർമാർ രാജിവെക്കുന്നു, അവരെല്ലാം കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവിനെ ജില്ലാ BJPയുടെ അധ്യക്ഷനാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വിഷയം പൊങ്ങി വന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കൃഷ്ണകുമാർ പക്ഷത്തും സുരേന്ദ്രൻ പക്ഷത്തും അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഈ ഒരു ശൈലി പാലക്കാടിന്റെ BJP രാഷ്ട്രീയത്തിൽ ആശാസ്യമല്ല എന്നുമാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇതാ തൊട്ടടുത്ത മറ്റൊരു വെടി കൂടി കേരളത്തിന്റെ മണ്ണിൽ BJPക്കെതിരെ പൊട്ടിയിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട NDAയിലെ ഘടകകക്ഷി BDJSന്റെ ഭാഗത്ത് നിന്നാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അഥവാ NDA വിടണമെന്ന് അസന്നിഗ്ധമായി കോട്ടയം ജില്ലാ കമ്മിറ്റി BDJSന്റെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതും തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ നടന്ന ക്യാമ്പിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കിയെടുത്തത്. ഈ പ്രമേയം പാസാക്കിയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനക്കായി വിടുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ SNDPയുടെ സമുന്നതനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വലിയ തോതിൽ പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. കഴിഞ്ഞ 2 ഭരണ കാലഘട്ടത്തിലും പിണറായി വിജയന്റെ ഒരു മൗത്ത് സ്പീക്കറായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാറുന്ന നിരവധിയായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് BDJSുമായി മകൻ തുഷാർ മുന്നോട്ട് പോകുന്നു എന്നാണ്. പക്ഷേ ദുബായിൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു കേസ് ഉണ്ടായപ്പോൾ ആ കേസിൽ നിന്ന് പിണറായി വിജയനാണ് തുഷാറിനെ രക്ഷപ്പെടുത്തിയത് എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂഢമൂലമാണ്. അപ്പൊ സ്വാഭാവികമായും NDA സഖ്യത്തിൽ നിന്ന് BDJSനെ മാറ്റുക എന്ന ഒരു ശൈലി മാനസികമായി കുറെ കാലമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കമാണ് കോട്ടയത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് കോട്ടയം. അതുകൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചതും അവിടെ തന്നെയാണ്. SNDPയുടെ ഓരോ യൂണിറ്റുകളും വളരെ കൃത്യമായി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയായിരുന്നു നമ്മുടെ കോട്ടയം എന്ന് പറയുന്നത്. ഇപ്പോ BDJSനകത്ത് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നതോടുകൂടി കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ BJPയുടെ വോട്ട് നില ക്രമാനുഗതമായി വർദ്ധിച്ചിരുന്നു. ആ വർദ്ധിക്കാനുള്ള കാരണം BJP വളർന്നത് കൊണ്ട് മാത്രമല്ല, BDJSന്റെ ശക്തമായ പിന്തുണ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ഇതിന്റെ സ്വാധീനം കാണാൻ കഴിയില്ലെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും BDJSന്റെ പ്രസൻസ് BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൂടാതെ ഇപ്പോൾ 30 ജില്ലാ പ്രസിഡന്റുമാരെ ഉണ്ടാക്കിയതോടുകൂടി പല ജില്ലയിലും പൊട്ടലും ചീറ്റലുമാണ്.
ഇപ്പോ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഒരു വനിതാ ജില്ലാ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുകയാണ്. അവിടെ കാലങ്ങളായി അവിടെ കെ സുരേന്ദ്രന്റെ സന്തത സഹചാരിയായി നടക്കുന്ന വ്യക്തിയാണ് ശ്രീകാന്ത്. ശ്രീകാന്തിനെ പാർട്ടിയിൽ ഇപ്പോൾ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ രവീശ തന്ത്രി കുണ്ടാറിനെ പോലെ കന്നഡ മേഖലയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അശ്വിനിയെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് BJPക്ക് അതിശക്തമായ വേരോട്ടമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന കാസർഗോഡ് ജില്ല, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ വടകര ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും BJPയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം വളരെ സജീവമായി നിൽക്കുകയാണ്. ഇനി ഒരു ഘട്ടത്തിലും കേരളത്തിൽ BJPക്ക് ഒരു തിരിച്ചുവരവ് ഇല്ലാത്ത രീതിയിൽ സംഘടനാപരമായും മുന്നണിപരമായും ഈ പാർട്ടിയും മുന്നണിയും തകരുന്ന കാഴ്ചയാണ് BDJSന്റെ തീരുമാനത്തിലൂടെ, പുതിയ ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനത്തിലൂടെ, അതുപോലെ തന്നെ പാലക്കാട്ടെ കൗൺസിലർമാരുടെ രാജ്യഭീഷണിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.